ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെന്റേഴ്സ് PSയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതോടുകൂടി മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭൂരിഭാഗം ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. SI ടെസ്റ്റും ഡിഗ്രി ലെവൽ മെയിൻസും എഴുതുന്നവരും ഉറപ്പായും ഈ വീഡിയോ കാണേണ്ടതാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ഉറപ്പായും കാണുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായും 1 മാർക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന്, അല്ലെങ്കിൽ കോടതിയിൽ ഇത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇത് വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഈ വിഭാഗത്തിന് ഒരുപാട് വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് ഓരോരുത്തർ പറയുന്ന വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക്, ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചതാരാ? KT ഷാ. KT ഷായാണ് പറഞ്ഞത് ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത്, മാർഗനിർദ്ദേശ തത്വങ്ങൾ വിശേഷിപ്പിച്ചത് KT ഷാ. അടുത്ത വീണ്ടും ഒരു വിശേഷണമുണ്ട് KT ഷയുടെ, പയസ് സൂപ്പർഫ്ലൂയിറ്റീസ്. എന്താണ് പയസ് സൂപ്പർഫ്ലൂയിറ്റീസ്? ഡിഗ്രി ലെവലൊക്കെ മെയിൻസ് എഴുതുന്നവരൊന്ന് ഓർത്തു വെച്ചേക്കുക. പയസ് സൂപ്പർഫ്ലൂയിറ്റീസ് അതിലെ ഭക്തിയുള്ള അതിരുകൾ എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാ? KT ഷാ. അപ്പൊ KT ഷാ 2 പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക്, പയസ് സൂപ്പർഫ്ലൂയിറ്റീസ് അല്ലെ ഭക്തിയുള്ള അതിരുകൾ എന്ന് വിശേഷിപ്പിച്ചത് KT ഷാ. അപ്പൊ അത്ര ഓക്കെ അല്ലേ? അടുത്തയാണ് ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക. അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ? മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻ. ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ VSC. എന്തുവാ? KC വേർ. മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാ വിശേഷിപ്പിച്ചത്? മാർഗനിർദ്ദേശ തത്വങ്ങളെയാണ് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത്? KC വേർ. ഓക്കെ അല്ലേ? ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചത് KC വേർ. ഓക്കെ അല്ലേ? അടുത്താണ് മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ, എ വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താണ്? എ വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി. ഇപ്പൊ TT കൃഷ്ണമാചാരി എന്തോ മാർഗനിർദ്ദേശങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്താണ്? മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ, അല്ലെങ്കിൽ എ വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ്. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഒരു KT ഷാ 2 കാര്യം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു ബാങ്കിന്റെ സൗകര്യാനുസരണം നൽകാവുന്ന ഒരു ചെക്ക്, പിന്നെ വേറെന്താ പറഞ്ഞേ? പയസ് സൂപ്പർഫ്ലൂയിറ്റീസ്, ഭക്തിയുള്ള അതിരുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? KT ഷാ. അടുത്ത ആരാ? KC വേറെന്താണ് പറഞ്ഞത്? ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക, മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻ എന്ന് പറഞ്ഞ ആരാ? KC വേർ. TT കൃഷ്ണമാചാരി എന്താ പറഞ്ഞേ? മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവിട്ടുവീപ്പ, എ വെരിറ്റബിൾ ഡസ്റ്റ്ബിൻ ഓഫ് സെന്റിമെന്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് TT കൃഷ്ണമാചാരി. അടുത്തതാണ്, ഈ മാർഗനിർദ്ദേശ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിൽ ഒരു സ്വർഗമായി മാറും. അപ്പം മാർഗനിർദ്ദേശങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിൽ ഒരു സ്വർഗമായി മാറും എന്ന് വിശേഷിപ്പിച്ച ആരാ? MC ചാങ്ങല. പുള്ളിയാരാ? മുൻ ചീഫ് ജസ്റ്റിസ്. അപ്പം മുൻ ചീഫ് ജസ്റ്റിസ് ആയ MC ചാങ്ങല പറഞ്ഞ എന്താണ്? ഈ മാർഗനിർദ്ദേശങ്ങൾ മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിൽ ഒരു സ്വർഗമായി മാറും എന്ന് അവകാശപ്പെട്ട വ്യക്തിയാണ് MC ചാങ്ങല. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നോവൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. എന്താണ്? നോവൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. പയസ് ആസ്പിറേഷൻ. അടുത്താണ് പയസ് ആസ്പിറേഷൻ എന്ന് ഭക്തമായ അഭിലാഷം. ഭക്തമായ അഭിലാഷം എന്ന് വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷിൽ ഐവർ ജെനിങ്സ്. ഐവർ ജെനിങ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് പയസ് ആസ്പിറേഷൻ അല്ലെ ഭക്തമായ അഭിലാഷം എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെനിങ്സ് ആണ്. ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം ഇങ്ങനെയും വിശേഷിപ്പിച്ചാരാ? ഐവർ ജെനിങ്സ്. ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം. ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെനിങ്സ്. ഐവർ ജെനിങ്സ് ആണ് ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഒരു ഭൂമിയിൽ ഒരു സ്വർഗമായി മാറും എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയ MC ചാങ്ങല. അടുത്ത മെയിനായിട്ട് എന്താ? അംബേദ്കർ. ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചതാണ്. ഡോക്ടർ BR അംബേദ്കർ എന്താണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ വിശേഷിപ്പിച്ചത്? നോവൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ഐവർ ജെനിങ്സ് എന്താണ് വിശേഷിപ്പിച്ചത്? പയസ് ആസ്പിറേഷൻ. പിന്നെ വേറെ എന്താണ്? ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം. ഇപ്പൊ 2 ഏതൊക്കെയാ? പയസ് ആസ്പിറേഷൻ അല്ലെ ഭക്തമായ അഭിലാഷം,
ഫാബിയൻ സോഷ്യലിസം വിത്തൗട്ട് സോഷ്യലിസം എന്ന് വിശേഷിപ്പിച്ചത് ഐവർജനിക്സ് ആണ്. അപ്പൊ ഇത്രയും വിശേഷങ്ങളാണ് നമ്മൾ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏകദേശം എല്ലാ PSCകളിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇനിയും കട്ടിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിശേഷങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുന്നത് ഇത്രയെങ്കിലും. അടുത്താണ് അമെന്റ്മെന്റിലൂടെ വന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ. അപ്പൊ അമെന്റ്മെന്റിലൂടെ എന്ന് പറയുന്നത് നിയമ ഭേദഗതി ചെയ്ത് കുറച്ച് ആർട്ടിക്കിള് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭാഗം 4 ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പം അമെന്റ്മെന്റ് ഏതാ? 42ാമത്തെ അമെന്റ്മെന്റ് 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ്. ഇപ്പൊ 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 1976. ഇതിന്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. 42ാമത്തെ അമെന്റ്മെന്റ് ആരാ കൊണ്ടുവന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാ? ഇന്ദിരാഗാന്ധി. ഇത് പ്രകാരം മാർഗനിർദ്ദേശ തത്വങ്ങൾ ആഡ് ചെയ്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ഒന്ന് 39F. എന്താണ് 39F? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യപരമായ വികസനത്തിനുള്ള അവസരം ഉണ്ടാക്കുക. ഇതാണ് കുട്ടികളുടെ ആരോഗ്യപരമായ വികസനത്തിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് 39F. 39 ക്യാപിറ്റൽ ലെറ്റർ A. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുല്യനീതിയും സൗജന്യ നിയമസഹായം നൽകുക. ഒരുപാട് വട്ടം PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 39 ക്യാപിറ്റൽ ലെറ്റർ A. എന്താണ്? തുല്യനീതി, പിന്നെന്താ? സൗജന്യ നിയമസഹായം നൽകുക. തുല്യനീതി, സൗജന്യ നിയമസഹായം നൽകുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 43A. ജീവിത നിലവാരത്തിലുള്ള ഒരു വേതനം തൊഴിലാളികൾക്ക് നൽകുക. ജീവിത നിലവാരത്തിലുള്ള വേതനം തൊഴിലാളികൾക്ക് നൽകുക എന്നുള്ളതാണ് 43A. അപ്പൊ 43A എന്താ? ജീവിത നിലവാരത്തിലുള്ള വേതനം തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് 43A പറയുന്നത്. അടുത്ത 48A. നമുക്ക് എല്ലാവർക്കും അറിയാം, PSC ഒരുപാട് ചോദിച്ചിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് 48A. ഇതെല്ലാം 42ാമത്തെ അമെന്റ്മെന്റ് 1976 ആരാ കൊണ്ടുവന്നേ? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണിത്. എന്തൊക്കെയാ കൊണ്ടുവന്നത്? 39F, 39A, 43A, 48A. 39F എന്തുവാ? കുട്ടികളുടെ ആരോഗ്യപരമായ വികസനത്തിന് അവസരം ഉണ്ടാക്കുക. 39 വലിയ ക്യാപിറ്റൽ ലെറ്റർ A എന്തുവാ? തുല്യനീതി, സൗജന്യ നിയമസഹായവും നൽകുക. പിന്നെ 43A എന്താ? തൊഴിലാളികൾക്ക് ജീവിത നിലവാരത്തിലുള്ള വേതനം ഉറപ്പാക്കുക. അപ്പൊ തൊഴിലാളികൾക്ക് ജീവിത നിലവാരത്തിലുള്ള വേതനം ഉറപ്പാക്കുക. 48A എന്തുവാ? പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 48A. ഇത്രയും കാര്യങ്ങളാണ് അതിട്ട് വരുന്നത്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പൊ മറ്റേ ക്ലാസ് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക. ബാക്കി കണ്ടിന്യൂഷൻ ഇതിൽ കിട്ടും. അടുത്താണ് 44ാമത്തെ അമെന്റ്മെന്റ് 1978. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നമുക്കറിയാം. എന്താ? സ്വത്തവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ അമെന്റ്മെന്റ് ഏതാ? 44ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 1978. ആരാ കൊണ്ടുവന്നേ? മൊറാർജി ദേശായി. 44ാമത്തെ അമെന്റ്മെന്റ് വർഷം എത്ര? 1978. കൊണ്ടുവന്ന ആരാ? മൊറാർജി ദേശായി. ഇത് പ്രകാരം ആഡ് ചെയ്ത ആർട്ടിക്കിളാണ് 38. ഇപ്പൊ 38 എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ? വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ അസമത്വം കുറയ്ക്കുക. എന്തിന്റെയൊക്കെയാ? വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ അസമത്വം കുറയ്ക്കുക. അതാണ് 44ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം മാർഗനിർദ്ദേശ തത്വങ്ങൾ ആഡ് ചെയ്ത ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 38 എന്താണ് ആർട്ടിക്കിൾ 38? വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ അസമത്വം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. അപ്പൊ ഇത് സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. ഇതിൽ ഡീപ്പായിട്ട് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ചോദിക്കാൻ പറ്റുന്നതാണ് 38. അടുത്താണ് 97ാമത്തെ അമെന്റ്മെന്റ്. 97ാമത്തെ അമെന്റ്മെന്റ് എന്തുവാ? ആക്ട് 2011. ഇപ്പൊ 97ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2011 വന്ന ആർട്ടിക്കിൾ ഏതാ? 43B. എന്താണ് 43B? എന്ന് പറയുന്നത് സഹകരണ സംഘം രൂപീകരിക്കുക അല്ലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുക എന്ന് പറയുന്നതാണ്. എന്താണ് 43B? അപ്പൊ 97ാമത്തെ അമെന്റ്മെന്റ് വർഷം 2011. 43B എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ അല്ലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുക. അപ്പൊ 3 അമെന്റ്മെന്റ് നമ്മൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? 42ാമത്തെ അമെന്റ്മെന്റ് വർഷം 1976. കൊണ്ടുവന്ന ആരാ? ഇന്ദിരാഗാന്ധി. ആഡ് ചെയ്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 39F, 39A, 43A, 48A. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്തെയാണ് 44ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 1978. ആരാ കൊണ്ടുവന്നേ? മൊറാർജി ദേശായി. വർഷം എന്നാ? 1978. 44ാമത്തെ അമെന്റ്മെന്റ് ആഡ് ചെയ്ത ആർട്ടിക്കിൾ ഏതാ? 38 എന്ന് പറഞ്ഞാൽ പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ അസമത്വം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. അടുത്തയാണ് 97ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2011. 43B ആണ് അത് പ്രകാരം കൊണ്ടുവന്നത്. 2011 97ാമത്തെ അമെന്റ്മെന്റ് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ സഹകരണ സംഘം രൂപീകരിക്കുക. അടുത്താണ് മാർഗനിർദ്ദേശ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കേസുകൾ.
ഈ ഇടയ്ക്ക് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതിന്റെ അമെന്റ്മെന്റും കേസുകളും എല്ലാം വരുന്നത്. ഫസ്റ്റ് കേസാണ് ഗോലക്നാഥ് കേസ്. ഗോലക്നാഥ് കേസ് എന്ന് പറഞ്ഞാൽ 1967 വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1967 വർഷം. ഇനി എന്താണ് കോടതി പ്രഖ്യാപിച്ചത്, വിധി പ്രഖ്യാപിച്ചത് എന്താണ്? മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കോടതി വ്യക്തമാക്കി. ഇതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ലെന്ന്. അപ്പൊ എന്താ, മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരിക്കലും നമുക്ക് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല. ഇപ്പൊ ഇമ്പോർട്ടൻസ് ആർക്കാ? മൗലിക അവകാശങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ മൗലിക അവകാശങ്ങൾ ഒരിക്കലും മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് മൗലിക അവകാശങ്ങൾ ഒരിക്കലും ഭേദഗതി ചെയ്യാനാകില്ല എന്ന് വ്യക്തമാക്കിയതാണ് എന്താ, ഗോലക്നാഥ് കേസ് 1967. ഇപ്പൊ വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1967 കേസിന്റെ പേരെന്താണ്? ഗോലക്നാഥ് കേസ്. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും തരുന്നത്. ഈ വിധി ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. എന്നിട്ട് ഏത് കേസ് ആണെന്ന് ചോദിക്കാം, അല്ലെ വർഷം ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് പറഞ്ഞ് കോടതി വിധി പ്രഖ്യാപിച്ച കേസ് ഏതാ? ഗോലക്നാഥ് കേസസ്. അപ്പൊ അത് പ്രകാരം അത് കഴിഞ്ഞിട്ട് 1971 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നു, ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നു. അതേതാ? 24ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 1971. ഇത് ഓർക്കുന്നുണ്ടോ? ഇത് LD പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ അമെന്റ്മെന്റ് എന്താണ്? വർഷം എന്താ? 1971. 24ാമത്തെ അമെന്റ്മെന്റ് മൗലിക അവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അപ്പൊ മൗലിക അവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്ന അമെന്റ്മെന്റ് ഏതാ? 24ാമത്തെ അമെന്റ്മെന്റ് 1971. അപ്പൊ 24ാമത്തെ അമെന്റ്മെന്റ് 1971 മൗലികാവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അപ്പൊ ഗോലക്നാഥ് കേസ് എന്ന് പറയുമ്പോൾ എന്തുവാ? മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് പറയുന്ന കേസ്. അപ്പൊ അടുത്ത ഗവൺമെന്റ് 1971 ആയപ്പോഴത്തെ എന്തുവാ? 24ാമത്തെ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അവരെന്ത് പറഞ്ഞു? മൗലിക അവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞ നിയമം ഇറക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞു 24ാമത്തെ അമെന്റ്മെന്റ് 1971 മൗലിക അവകാശങ്ങൾ എടുത്തു കളയാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അത് പ്രകാരം പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കേസ് പോയി, കോടതി കേസ് പോയി. അതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഒരുപാട് വട്ടം PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടകമാണ് ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കേസ്, നമ്മളിപ്പോ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് നിയമം പാസ്സാക്കുകയാണെങ്കിൽ കോടതിക്ക് അധികാരമുണ്ട്, സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എന്താണ്? അത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്തിട്ട് അത് നിയമം നമ്മൾ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്നതോ എന്തെങ്കിലും ആണെങ്കിൽ അത് റദ്ദാക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് വ്യക്തമാക്കിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതുമല്ല മൗലിക അവകാശങ്ങൾ ഒരിക്കലും ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചർ കളഞ്ഞുകൊണ്ട് ഒരിക്കലും അത് അമെൻഡ് ചെയ്യാൻ അധികാരമില്ല, അല്ലെ എടുത്തു കളയാൻ അധികാരമില്ല എന്നും കൂടി ഈ വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. എന്താണ്? മൗലിക അവകാശങ്ങൾ ഒരിക്കലും അമെൻഡ് ചെയ്യാൻ, അതായത് ജുഡീഷ്യൽ റിവ്യൂ കളഞ്ഞ് ബേസിക് സ്ട്രക്ചർ കളഞ്ഞ്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ കളഞ്ഞ് ഒരിക്കലും അത് അമെൻഡ് ചെയ്യാൻ ഉള്ള അധികാരം ഇല്ല, അത് ആർക്കില്ല? ഗവൺമെന്റിനില്ല എന്ന് വ്യക്തമാക്കിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, ജുഡീഷ്യൽ റിവ്യൂ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ്. അത് മാത്രമാണോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് മാർഗനിർദ്ദേശ തത്വങ്ങളായിട്ട് അമെൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതായത് ആ അടിസ്ഥാന ഒരിക്കലും നമുക്ക് അമെൻഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല, ബേസിക് സ്ട്രക്ചർ ഒരിക്കലും നമുക്ക് അമെൻഡ് ചെയ്ത് കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസ് 1973 അടിസ്ഥാന ഘടകം ജുഡീഷ്യൽ റിവ്യൂ ആണ് എന്ന് പറയുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഇത് PSC ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, വർഷം ചോദിച്ചിട്ടുണ്ട്. അതുമല്ല കേശവാനന്ദ ഭാരതി ഇപ്പൊ ഈ ഇടയ്ക്ക് മരിക്കുകയും ചെയ്ത്, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തായാലും ചോദിക്കാനുള്ള അവസരമുണ്ട്. അടുത്താണ് 1976 സമയമായപ്പോഴത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പുതിയൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നത്, 42ാമത്തെ അമെന്റ്മെന്റ്. ഇത് പ്രകാരം മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിർദ്ദേശ തത്വങ്ങളുടെ പരമാധികാരം ഇപ്പൊ വീണ്ടും വിഷയമായി. മാർഗനിർദ്ദേശ തത്വങ്ങൾ വീണ്ടും മൗലിക അവകാശങ്ങളുടെ മേളിൽ വന്നു. അപ്പൊ അധികാരം കൂടുതൽ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വന്നു. പരമാധികാരം ആർക്കാ? മാർഗനിർദ്ദേശ തത്വങ്ങളിൽ വന്ന അമെന്റ്മെന്റ് ആണ് 42ാമത്തെ അമെന്റ്മെന്റ് 1976. നമ്മൾ പറഞ്ഞ 4 ആർട്ടിക്കിൾസ് ആഡ് ചെയ്തു. അങ്ങനെ മൗലികാവകാശങ്ങളെക്കാൾ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് പരമാധികാരം വന്നു. അമെന്റ്മെന്റ് ഏതാ? 42ാമത്തെ അമെന്റ്മെന്റ് 1976. ആരാ കൊണ്ടുവന്ന്? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു. അത് പ്രകാരം
വീണ്ടും ഒരു കേസ് വന്നു, മിനർവ മിൽ കേസ് 1980. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1980 വർഷം പഠിച്ചു വെച്ചോ. മിനർവ മിൽ കേസ് എന്താ, മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള സന്തുലിത അവസ്ഥയുടെ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചത് ഏത് കേസ്, ഏത് വിധിയാ? ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചത് ഏതാ? മൗലിക മിനർവ മിൽ കേസ്. എന്താ മിനർവ മിൽ കേസ് 1980. എന്താ വിധി? എന്താണ്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള സന്തുലിത അവസ്ഥയുടെ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പൊ എന്താ അത് തമ്മിൽ മാർഗനിർദ്ദേശ തത്വങ്ങളും അതായത് മൗലിക അവകാശങ്ങളും തമ്മിൽ സന്തുലിതമായി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പ്രസ്താവിച്ച വിധി ഏത് കേസാ? മിനർവ മിൽ കേസ് 1980. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? 42ാമത്തെ അമെന്റ്മെന്റ് 1976 ആരാ കൊണ്ടുവന്നേ? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്നത്. എന്താണ്? മാർഗനിർദ്ദേശ തത്വങ്ങളിലെ മൗലിക അവകാശങ്ങളെക്കാൾ അധികാരമുണ്ട് എന്ന രീതി പറഞ്ഞ അമെന്റ്മെന്റ് അല്ലെങ്കിൽ വിധി ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 42ാമത്തെ അമെന്റ്മെന്റ് 1976 കൊണ്ടുവന്ന ആരാ? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. അത് കഴിഞ്ഞിട്ട് 1980 മിനർവ മിൽ കേസ് വന്നു. മിനർവ മിൽ കേസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന. അതായത് മാർഗനിർദ്ദേശ തത്വങ്ങൾക്കും മൗലിക അവകാശങ്ങൾക്കും ഒരേ തുല്യത അവകാശങ്ങളാണ്. അതിന്റെ അടിത്തറയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നതാണ് മിനർവ മിൽ കേസ് 1980. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭൂരിഭാഗം ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതുന്ന ഉറപ്പായും ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു ആൾ.